Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഓണം പോസ്റ്ററിൻ്റെ ട്യൂട്ടോറിയലായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു ഓണം പോസ്റ്ററാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു കിങ് ഓഫ് കൊത്ത സ്റ്റൈലിലാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടില്ലെന്ന് വെച്ചാൽ ആരിഫ് GFX എന്ന് പറയുന്ന ഒരു പേജാണ്. ആരിഫ് GFX മാത്രമല്ല IG Pixie Dust ഇവർ രണ്ടാളും കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു തീം സെറ്റ് ചെയ്തത്. സോ അവർക്കൊരു വലിയ ഷൗട്ട് ഔട്ട്. അവരെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അവരും വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റർ വർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. സോ അവരുടെ ലിങ്ക് വന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ട് Alightmotion ഓപ്പൺ ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 4:5 റേഷ്യോ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇമേജിൽ വരാം. ഇമേജിൽ വന്ന ശേഷം എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അതേപോലെ ഈ ഒരു ടെക്സ്റ്റ്. അതുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ തന്നെ കിങ് ഓഫ് കൊത്ത സ്റ്റൈലിൽ അവർ ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ഇതേപോലത്തെ രണ്ട് ബാക്ക്ഗ്രൗണ്ടാണ് അവർ തന്നിട്ടുള്ളത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ അവർ കളർ ഗ്രേഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ടാണ്. സോ കളർ ഗ്രേഡ് ചെയ്യാത്ത ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുള്ളവർക്ക് അതുകൊണ്ട്, അതായത് നോർമൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കളർ ഗ്രേഡ് ചെയ്യാം. സോ ഈ രണ്ട് ഇമേജസും ഈ ഒരു രണ്ട് PNG അല്ലെങ്കിൽ ഈ രണ്ട് ബാക്ക്ഗ്രൗണ്ട്സും ഞാൻ ഓൾറെഡി എൻ്റെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടുന്ന് ചെക്കൗട്ട് ചെയ്യാം. സോ ഈ ഒരു രണ്ടും കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ അവർ കളർ ഗ്രേഡ് ചെയ്ത ഒരു ലെയറാണ്, അതായത് ഒരു റെഡിഷ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഒരു റെഡിഷ് തീം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു PNG ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു PNG ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാം. സോ ഞാൻ ഇപ്പോൾ അവർ എഡിറ്റ് ചെയ്ത ആ ഒരു തീമിലാണ് ചെയ്യുന്നത്, അതായത് ആ ഒരു റെഡിഷ് തീമിലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഇതേപോലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏതൊരു മാവേലിയാണോ എടുക്കാൻ താല്പര്യം ആ ഒരു മാവേലി നിങ്ങൾ എടുക്കുക. സോ ഇതിന് സ്യൂട്ടായിട്ട് കുറേ അധികം മാവേലീസിൻ്റെ വെക്ടർ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ ഇതിൻ്റെ താഴെ വന്ന് മെറ്റീരിയൽസ് എന്ന് ചോദിക്കേണ്ട, ജസ്റ്റ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ കുറേ അധികം മെറ്റീരിയൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ 3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ ഈ ഒരു 3 വീഡിയോസിന് ഏകദേശം ഒരുപോലത്തെ മെറ്റീരിയൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാവേലീസിൻ്റെ ഒരു 2-3 PNGസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. ഇതിൽ യൂസ് ചെയ്ത ഫോൺസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. സോ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിലേക്ക് വന്ന ശേഷം നമ്മൾ ഇതിലേക്കൊരു മാവേലി ആഡ് ചെയ്യണം. സോ ഞാൻ വന്നത് ഈ ഒരു മാവേലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മാവേലി PNGs യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ ചെറുതൊക്കെ ആയിക്കൊടുക്കുക. നിങ്ങൾക്ക് എവിടെയാണോ വെക്കാൻ താല്പര്യം ആ ഒരു രീതിക്ക് വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഓവർലാപ്പായിട്ട് സൂം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കൊക്കെ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് അറേഞ്ച് ചെയ്യുക. മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതേപോലെ കറക്റ്റായി സെറ്റ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇമേജ് ഒന്നൊരു ഓറഞ്ച് ഷെയ്ഡിലാണുള്ളത്. സോ നമുക്കത് ചേഞ്ച് ചെയ്യണം. സോ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ FXൽ വരിക. FXൽ ആഡ് FXൽ കളർ ആൻഡ് ലൈറ്റിൽ കളർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. ഈ ഒരു എഫക്റ്റ് കളർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ആ ഒരു എഫക്റ്റ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഒരു റെഡിഷ് തീമും കാര്യങ്ങളൊക്കെ വരും. സോ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും റെഡിഷ് തീം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുക. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ഈ ഒരു PNG മാത്രമായിട്ട് നിങ്ങൾക്ക് ലൈറ്റ് റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഒരു റെഡിഷ് തീമിലേക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു കാലിൻ്റെ സ്ഥാനത്ത് ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണം. സോ അതിന് മുമ്പ് നമ്മൾ ഈ ഒരു ലെയർ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു മാവേലിയിലെ ലെയർ ഒന്ന് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ചെയ്ത പോലെ ബ്രൈറ്റ്നസ് ആഡ് ചെയ്യുക. ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ആഡ് ചെയ്തിട്ട് കളർ വന്ന് ഫുള്ളായിട്ട് മൈനസ് ചെയ്ത് കൊടുക്കുക. ബ്രൈറ്റ്നസ് അതായത് ഫുള്ള് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ദെൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഇതേപോലെ സൂം ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അഗെയിൻ ആഡ് FXൽ വരിക. ആഡ് FXൽ വന്ന ശേഷം റീപ്ലേസ് കളർ എന്നുള്ള ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് കളർ, അതായത് റീപ്ലേസ് കളർ എന്നുള്ളത് ബ്ലാക്ക് കൊടുക്കുക. അതേപോലെ കളർ ഇല്ലടുത്ത് നമ്മളൊരു റെഡ് കളർ കൊടുക്കുക. ഏതെങ്കിലും ഒരു റെഡ് കളർ കൊടുത്ത ശേഷം നമ്മൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് ആ ഒരു ലെയർ കിട്ടുക. സോ എഗെയിൻ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ആഡ് FXൽ വരിക. ഇതിൽ നമ്മൾ ബ്ലറിൽ ഗൂഷ്യൻ ബ്ലർ കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഇതേപോലെ ഫുള്ളാക്കി കൊടുത്താൽ നമുക്ക് ഇതേപോലെ ഒരു ഗ്ലോ എഫക്റ്റ് കിട്ടും. സോ ആ ഒരു ഗ്ലോ എഫക്റ്റ് കുറച്ചും കൂടെ തിക്കാക്കാൻ വേണ്ടി നമ്മൾ ലൈറ്റിൽ വന്നിട്ട് ലീനിയർ ഡോഡ്ജ് എന്നുള്ള ഒരു എഫക്റ്റ് കൊടുത്താൽ നമുക്ക് ഇതേപോലെ കുറച്ചും കൂടെ ഒരു ഡാർക്കായിട്ട് നമുക്ക് ആ ഒരു ഗ്ലോ കറക്റ്റായിട്ട് കിട്ടും. സോ ആ ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വന്ന ശേഷം നമ്മൾ ആ ഒരു കാലിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഇതേപോലെ ഒരു സ്മോക്ക് എഫക്റ്റ്, ഒരു സ്മോക്കിൻ്റെ PNG ഉണ്ട്. സോ അത് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു കാലിൻ്റെ സൈഡിലുള്ള ആ ഒരു കട്ടിങ് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. സോ ആ ഒരു സ്മോക്ക് എഫക്റ്റ് ആഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അതിൽ സെയിം റീപ്ലേസ് കളർ എന്നുള്ള ഒരു എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ഫസ്റ്റത്തെ കളർ വൈറ്റും രണ്ടാമത്തെ കളർ എന്ത് ചെയ്യുക റെഡും ആക്കിയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഒരു
റെഡ് സ്മോക്ക് ഇതേപോലെ കറക്റ്റായി കിട്ടും. സോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ പരിപാടിക്ക് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്ന് നമ്മൾ ഇതേപോലെ സ്മോക്ക് എഫക്റ്റ് ആഡ് ചെയ്ത് 2-3 സ്മോക്ക് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് താഴത്തെ ആ ഒരു കട്ടിംഗ് ഒക്കെ ഫില്ല് ചെയ്താൽ ഇതൊരു പോസ്റ്ററായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിപാടിക്ക് എന്തെങ്കിലും പേരോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് ഇതിൽ കൊടുക്കാം. സോ അതിനോട് ഞാൻ ഈ ഒരു സ്മോക്ക് എഫക്റ്റ് ഓഫ് ചെയ്തിട്ടാണ് ഇതേപോലെ സ്മോക്ക് എഫക്റ്റ് ജസ്റ്റ് അത് ഓഫാക്കിയിട്ട ശേഷം ഞാൻ ഇവിടെ ഇമേജസിൽ ഒരു സ്പ്ലാഷ് എഫക്റ്റ് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു സ്പ്ലാഷ് എഫക്റ്റ് നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾ ഇതേപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു കാലിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്യുക, സൂം ഔട്ടൊക്കെ ചെയ്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത ശേഷം ഒരു റെഡ് തീമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെയും നമ്മൾ ആ ഒരു റീപ്ലേസ് കളർ എന്നുള്ള ആ ഒരു എഫക്റ്റ് യൂസ് ചെയ്യുക. ഞാൻ ഇപ്പോൾ അലൈറ്റ് മോഷൻ യൂസ് ചെയ്ത് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്താൽ. അല്ലാണ്ട് നിങ്ങൾക്ക് PSCC ട്യൂട്ടോറിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ PSCCയിൽ പോസ്റ്റർ ഡിസൈനിങ് കാര്യത്തിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിനോട് നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം. സോ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. കോഡ് FML എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ മലയാളത്തിൽ, അതായത് മംഗ്ലീഷ് കീബോർഡായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തെടുക്കുക. സോ ഞാനിപ്പോൾ ഇവിടെ ആരവെന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടി എന്താണോ ആ ഒരു പരിപാടി ഇതേപോലെ ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഈ ഒരു താഴെയുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ഓൾ കൊടുക്കുക, ദെൻ കോപ്പി ചെയ്തെടുക്കുക. സോ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വരിക, അലൈറ്റ് മോഷനിലേക്ക് വരിക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റിൽ വന്ന ശേഷം നമ്മൾ ഇതേപോലെ ആ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക. സോ നമ്മൾ ഇതേപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ BSHW എന്നൊക്കെ പറഞ്ഞ് ഒരു ഇംഗ്ലീഷ് ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ ഇവിടെ വരാം, ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു മലയാളം ഫോണ്ട് കൊടുക്കുക. സോ ഈ ഒരു മലയാളം ഫോണ്ട് കുറേ ആൾ എന്നോട് ചോദിക്കുന്നുണ്ട്. സോ അത് ഞാൻ വന്ന് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ, യൂട്യൂബിൻ്റെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഫുൾ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. സോ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറായി കൊടുക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒരു കളറായി കൊടുക്കുക. ദെൻ ഇതേപോലെ വന്ന് സൂമും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഈ ഒരു ഓവർലേ ആഡ് ചെയ്ത ആ ഒരു സ്പേസിലായിട്ട് വന്ന് ഇതേപോലെ സെറ്റ് ചെയ്യുക. ചെറിയ രീതിക്ക് റൊട്ടേഷനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്കുള്ള റൊട്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും. സോ ഞാൻ അതിൻ്റെ കളർ ജസ്റ്റ് ഒരു യെല്ലോ കളറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് മാറ്റിയതേ ഉള്ളൂ. സോ ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൽ കുറച്ച് എഫക്ട്സും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാനത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വേവ് വാർപ്പ് എന്നുള്ളൊരു എഫക്റ്റാണ്. സോ അത് പറഞ്ഞാൽ ഇതേപോലെ ചെറിയൊരു വേവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അതിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അത് 0.24ലേക്ക് സെറ്റ് ചെയ്യുക. ആംഗിൾ വന്നൊരു 9 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യുക. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് ചെയ്യാം. സോ സ്പേസിങ് വന്ന് 13.2 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മാഗ്നറ്റ്യൂഡ് വന്ന് 1.5, റാപ്പ് ആംഗിൾ വന്ന് 140 സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴെയായിട്ട് ഡാമ്പിങ് ഉണ്ടാവും, അത് -3%. അതുപോലെ സ്പേസിങ് വന്ന് 56%. അതിൻ്റെ താഴെയുള്ളതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ദെൻ സ്ക്രീൻ സ്പേസ് ഓൺ ആക്കിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് കൊടുത്ത എഫക്റ്റ് എന്ന് പറയുന്നത്. സോ രണ്ടാമത് ക്ലൗഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ അതിൽ നമ്മൾ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. നമ്മൾ നേരെ താഴേക്ക് വന്നാൽ കളർ 1 വന്നത് ഈ ഒരു കളർ ഒരു കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കളർ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറും കൊടുത്തിട്ടുണ്ട്. സോ ഇത് രണ്ടും മാത്രമേ ആ ഒരു എഫക്റ്റിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ദെൻ നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് സ്പേസിംഗ് ആണ്, ചെറിയൊരു സ്പേസിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു 8%ലേക്ക് ചെറിയൊരു സ്പേസിംഗ് കൂടെ കൊടുത്താൽ നമ്മൾ പോസ്റ്റർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ കളർ യെല്ലോ കളർ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ അവിടെ ഒരു യെല്ലോ ഷെയ്ഡ് ചെറിയ രീതിക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഏതൊരു കളറാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യും. ഇപ്പോൾ വൈറ്റ് ആണെങ്കിൽ ചെറിയ രീതിക്ക് ഒരു വൈറ്റിംഗ് ഒക്കെ കാണാൻ സാധിക്കും, മനസ്സിലായില്ലേ? ആ ഒരു രീതിക്ക് ചെറിയൊരു ചേഞ്ചസ് മാത്രമേ ഉണ്ടാവൂ. അതായത് നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ബോർഡർ ആൻഡ് ഷാഡോ വന്നിട്ട് ഷാഡോ എനേബിൾ ചെയ്തിട്ട് ഷാഡോയുടെ വാല്യൂസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇതിലും നിങ്ങൾക്ക് ഗ്ലോ എഫക്റ്റോ കാര്യങ്ങളോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ദെൻ ഞാൻ എല്ലാ പോസ്റ്റർ എഡിറ്റിംഗ് വീഡിയോസിലും പറയുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് കസ്റ്റമായിട്ടുള്ള കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്തായാലും നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്യണം. കളർ ഗ്രേഡ് ചെയ്താൽ മാത്രമേ ഒരു പോസ്റ്ററിന് ഒരു പ്രത്യേക ടച്ചും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. സോ അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എക്സ്ട്രാ ലൈറ്റ് എഫക്ട്സോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ടെലഗ്രാം ചാനൽ എടുക്കുക, അതിൽ മീഡിയ എന്നുള്ളൊരു സെക്ഷനാണ്. ടെലഗ്രാം ചാനൽ മീഡിയ എന്നുള്ള സെക്ഷനിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം കുറേ അധികം ഓവർലേസും അതേപോലെ ലൈറ്റ് എഫക്ട്സ് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചേഞ്ച് ചെയ്യാം. സോ ഇതന്നെ ചെയ്യണമെന്നില്ല, ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് നിങ്ങൾക്ക് വേറെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ എന്ത് ചെയ്യുക, ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.